അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറ ആയത്തുകൾ 81 മുതൽ 85 വരെ ചോദ്യോത്തര പഠന സഹായി. ആദ്യത്തെ ചോദ്യം, ആയത്ത് 81-ൽ ഒരു തിന്മ ചെയ്യുകയും തൻ്റെ പാപം തന്നെ വലയം ചെയ്യുകയും ചെയ്തവർ ബലാ മൻ കസബ സയ്യിഅത്തിൻ വഅഹാതത് ബിഹി ഖതീഅതുഹു എന്ന് പറയുന്നു. ഇവിടെ പാപം വലയം ചെയ്യുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ, ചെറിയ തെറ്റുകൾ അറിയാതെ ആവർത്തിച്ചു ചെയ്യുക. ഓപ്ഷൻ ബി, പാപങ്ങൾ കാരണം പശ്ചാത്താപത്തിനുള്ള വഴി അടയുകയും അത് കുഫറിലേക്കും ഷിർക്കിലേക്കും എത്തിക്കുകയും ചെയ്യുക. ഓപ്ഷൻ സി, സമൂഹത്തിൽ വലിയ സാമ്പത്തിക തകർച്ച നേരിടുക. ഓപ്ഷൻ ഡി, പരസ്യമായി പാപങ്ങൾ ചെയ്ത് നടക്കുക. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. പാപം വലയം ചെയ്യുക എന്ന് പറയുന്നത് പാപങ്ങൾ കാരണം പശ്ചാത്താപത്തിനുള്ള വഴി അടയുകയും അത് കുഫറിലേക്കും ഷിർക്കിലേക്കും എത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, ആയത്ത് 81 പ്രകാരം പാപങ്ങളാൽ പൂർണ്ണമായി വലയം ചെയ്യപ്പെട്ട ആളുകളുടെ പരലോകത്തെ അന്തിമ അവസ്ഥ എന്തായിരിക്കും? ഓപ്ഷൻ എ, അവർ താൽക്കാലിക ശിക്ഷയ്ക്ക് ശേഷം സ്വർഗത്തിൽ പ്രവേശിക്കും. ഓപ്ഷൻ ബി, അവർ നരകാവകാശികളാണ്, അവർ അതിൽ ശാശ്വതമായി വസിക്കുന്നവരുമാണ്. അസ്ഹാബുൻ നാരി ഹും ഫീഹ ഖാലിദൂൻ. ഓപ്ഷൻ സി, അവരുടെ നല്ല കർമ്മങ്ങൾ പരിഗണിച്ച് ശിക്ഷ ഇളവ് ചെയ്യപ്പെടും. ഓപ്ഷൻ ഡി, അവർക്ക് ശിപാർശകർ വഴി മോചനം ലഭിക്കും. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. അവർ നരകാവകാശികളാണ്, അവർ അതിൽ ശാശ്വതമായി വസിക്കുന്നവരുമാണ് എന്നുള്ളതാണ്. അസ്ഹാബുൻ നാരി ഹും ഫീഹ ഖാലിദൂൻ. അടുത്ത ചോദ്യം, ആയത്ത് 82-ൽ സ്വർഗത്തിൽ ശാശ്വതമായി വസിക്കുന്നവരെ കുറിച്ച് പറയുന്ന രണ്ട് പ്രധാന യോഗ്യതകൾ ഏവയാണ്? ഓപ്ഷൻ എ, പ്രവാചക കുടുംബത്തിൽ ജനിക്കുക, ധർമ്മം ചെയ്യുക. ഓപ്ഷൻ ബി, വിശ്വസിക്കുകയും അതോടൊപ്പം സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുക. ഓപ്ഷൻ സി, വേദങ്ങൾ മനഃപ്പാടമാക്കുക, പള്ളികളിൽ മാത്രം ജീവിക്കുക. ഓപ്ഷൻ ഡി, ഇഹലോക സുഖങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിക്കുക. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. സ്വർഗത്തിൽ ശാശ്വതമായി വസിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ഈമാനുള്ള ആളുകൾ, വിശ്വസിക്കുകയും അതോടൊപ്പം സ്വാലിഹായ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, ആയത്ത് 83-ൽ ഇസ്രായേൽ സന്തതികളിൽ നിന്ന് അള്ളാഹു വാങ്ങിയ ഉറപ്പായ കരാർ മീസാഖ്, ഒന്നാമത്തെയും ഏറ്റവും മൗലികമായ കൽപ്പന എന്താണ്? ഇസ്രായേൽ സന്തതികളിൽ നിന്ന് അള്ളാഹു വാങ്ങിയ ഉറപ്പായ കരാറിലെ ഒന്നാമത്തെ ഏറ്റവും മൗലികമായ കൽപ്പന എന്താണ്? ഓപ്ഷൻ എ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക. ഓപ്ഷൻ ബി, അള്ളാഹുവിന് പുറമെ മറ്റാരെയും ആരാധിക്കരുത്. ഓപ്ഷൻ സി, മദീനയിലെ ജനങ്ങളോട് സമാധാനത്തിൽ ജീവിക്കുക. ഓപ്ഷൻ ഡി, അഗതികൾക്ക് ഭക്ഷണം നൽകുക. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. വഇദ് അഖദ്നാ മീസാഖ ബനീ ഇസ്രായീല ലാ തഅബുദൂന ഇല്ലല്ലാഹ്, അള്ളാഹുവിന് പുറമെ മറ്റാരെയും ആരാധിക്കരുത്. അടുത്ത ചോദ്യം, ആയത്ത് 83-ൽ മാതാപിതാക്കളോടുള്ള കടമ കഴിഞ്ഞ ഉടനെ ആർക്കൊക്കെ നന്മ ചെയ്യണമെന്നാണ് അള്ളാഹു കരാറിൽ വ്യക്തമാക്കുന്നത്? ഓപ്ഷൻ എ, അയൽവാസികൾക്കും വിദേശത്ത് നിന്ന് വരുന്ന യാത്രക്കാർക്കും. ഓപ്ഷൻ ബി, കുടുംബ ബന്ധമുള്ളവർക്കും അനാഥകൾക്കും പാവപ്പെട്ടവർക്കും. ഓപ്ഷൻ സി, ഭരണാധികാരികൾക്കും മതപണ്ഡിതന്മാർക്കും. ഓപ്ഷൻ ഡി, കച്ചവട പങ്കാളികൾക്കും സുഹൃത്തുക്കൾക്കും. ശരി ഉത്തരം നോക്കാം. ഓപ്ഷൻ ബി ആണ്. കുടുംബ ബന്ധമുള്ളവർക്കും അനാഥകൾക്കും പാവപ്പെട്ടവർക്കും
വബിൽ വാലിദൈനി ഇഹ്സാന എന്ന് പറഞ്ഞതിന് ശേഷം വദിൽ ഖുർബ വൽ യതാമ വൽ മസാകീൻ എന്നാണ് ഖുർആനകത്ത് തുടരുന്നത്. അടുത്ത ചോദ്യം, ആയത്ത് 83 മനുഷ്യരോട് സംസാരിക്കുമ്പോൾ പാലിക്കേണ്ടതായി അള്ളാഹു കൽപ്പിച്ച സാമൂഹിക മര്യാദ എന്താണ്? ഓപ്ഷൻ എ, മനുഷ്യരോട് നല്ല വാക്ക് പറയുക. ഓപ്ഷൻ ബി, സ്വന്തം മതത്തിലുള്ളവരോട് മാത്രം ദയവായി സംസാരിക്കുക. ഓപ്ഷൻ സി, രഹസ്യങ്ങൾ ആരോടും വെളിപ്പെടുത്താതിരിക്കുക. ഓപ്ഷൻ ഡി, ഭൗതിക കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്. മനുഷ്യരോട് നല്ല വാക്ക് പറയുക. വഖൂലൂ ലിന്നാസി ഹുസ്ന. അടുത്ത ചോദ്യം, ആയത്ത് 83 ഇസ്രായേൽ സന്തതികളെ കുറിച്ച് പക്ഷേ പിന്നീട് നിങ്ങൾ പുറംതിരിഞ്ഞു, നിങ്ങളിൽ അല്പം ചിലരൊഴികെ എന്ന് അള്ളാഹു കുറ്റപ്പെടുത്താൻ കാരണമെന്ത്? ഓപ്ഷൻ എ, അവർ മദീന വിട്ട് മറ്റു നാടുകളിലേക്ക് പലായനം ചെയ്തതുകൊണ്ട്. ഓപ്ഷൻ ബി, ഈമാനിൻ്റെയും സാമൂഹിക നന്മയുടെയും അടിസ്ഥാന കൽപ്പനകളെല്ലാം അവർ അറിഞ്ഞുകൊണ്ട് ലംഘിച്ചതുകൊണ്ട്. ഓപ്ഷൻ സി, അവർക്ക് വേദഗ്രന്ഥത്തിൻ്റെ ഭാഷ മനസ്സിലാകാത്തതുകൊണ്ട്. ഓപ്ഷൻ ഡി, മൂസ നബിയുടെ വഫാത്തിന് ശേഷം അവർക്ക് ഇല്ലാതിരുന്നത് കൊണ്ട്. നിങ്ങളിൽ ചിലർ പുറംതിരിഞ്ഞു, നിങ്ങളിൽ അല്പം ചിലരൊഴികെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. സുമ്മ തവല്ലൈതും ഇല്ലാ ഖലീലം മിൻകും. ഇങ്ങനെ അള്ളാഹു പറയാൻ കാരണമെന്ത്? ഉത്തരം ബി ആണ്. ഈമാനിൻ്റെയും സാമൂഹിക നന്മയുടെയും അടിസ്ഥാന കൽപ്പനകളെല്ലാം അവർ അറിഞ്ഞുകൊണ്ട്, അവർ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ലംഘിച്ചതുകൊണ്ടാണ്. അടുത്ത ചോദ്യം, ആയത്ത് 84 പറയുന്ന നിങ്ങളുടെ രക്തം ചിന്തരുത്, പരസ്പരം വീടുകളിൽ നിന്ന് പുറത്താക്കരുത് എന്ന ശക്തമായ കരാർ മദീനയിൽ വെച്ച് ലംഘിച്ചത് പ്രധാനമായും ഏത് സമൂഹമാണ്? ഓപ്ഷൻ എ, മദീനയിലെ അവിശ്വാസികളായ അറബികൾ. ഓപ്ഷൻ ബി, അള്ളാഹുവിൻ്റെ കരാർ വിസ്മരിച്ച് പരസ്പരം യുദ്ധം ചെയ്ത യഹൂദഗോത്രങ്ങൾ. ഓപ്ഷൻ സി, മക്കയിൽ നിന്നും വന്ന മുശ്രിക്കുകൾ. ഓപ്ഷൻ ഡി, കപടവിശ്വാസികളായ മുസ്ലിങ്ങൾ. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. ആയത്ത് 85 നിങ്ങൾ വേദഗ്രന്ഥത്തിലെ ചില ഭാഗങ്ങൾ വിശ്വസിക്കുകയും ചില ഭാഗങ്ങൾ നിഷേധിക്കുകയുമാണോ? അഫതുഅ്മിനൂന ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദ് എന്ന ചോദ്യം ഇത് സത്യവിശ്വാസികൾക്ക് നൽകുന്ന താക്കീത് എന്താണ്? ഓപ്ഷൻ എ, ചരിത്ര സംഭവങ്ങൾ മാത്രം പഠിച്ചാൽ മതിയെന്ന ചിന്ത. ഓപ്ഷൻ ബി, ഇസ്ലാമിലെ കൽപ്പനകളിൽ സ്വന്തം താല്പര്യങ്ങൾക്കും യുക്തിക്കും ഇണങ്ങുന്നത് മാത്രം സ്വീകരിക്കുകയും മറ്റുള്ളവ അവഗണിക്കുകയും ചെയ്യുന്ന അപകടകരമായ പ്രവണത പാടില്ല എന്നത്. ഓപ്ഷൻ സി, മുൻകാല വേദഗ്രന്ഥങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കണം എന്നത്. ഓപ്ഷൻ ഡി, ശത്രുക്കളുടെ തന്ത്രങ്ങളെക്കുറിച്ച് ബോധവാന്മാരുക എന്നത് മാത്രം. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഇസ്ലാമിലെ കൽപ്പനകളിൽ സ്വന്തം താല്പര്യങ്ങൾക്കും യുക്തിക്കും ഇണങ്ങുന്നത് മാത്രം സ്വീകരിക്കുകയും മറ്റുള്ളവ അവഗണിക്കുകയും ചെയ്യുന്ന അപകടകരമായ പ്രവണത പാടില്ല എന്നത്. അടുത്ത ചോദ്യം, വേദഗ്രന്ഥത്തിലെ കൽപ്പനകളിൽ താല്പര്യമുള്ളത് മാത്രം സ്വീകരിക്കുന്ന ഇത്തരം ആളുകൾക്ക് ഈ ഭൗതിക ജീവിതത്തിൽ അള്ളാഹു നിശ്ചയിച്ച പ്രതിഫലം എന്താണ്? ഓപ്ഷൻ എ, താൽക്കാലികമായ വലിയ ഭരണാധികാരം. ഓപ്ഷൻ ബി, ഇഹലോക ജീവിതത്തിൽ കടുത്ത അപമാനവും ലാഞ്ചനയും തരം താഴ്ത്തലും, ഹിസ്യും ഫിൽ ഹയാത്തി ദുന്യ. ഓപ്ഷൻ സി, അവർ ചെയ്യുന്ന തെറ്റുകൾക്ക് ഭൗതികമായി യാതൊരു ശിക്ഷയും ഉണ്ടാകില്ല എന്നത്. ഓപ്ഷൻ ഡി, ജനങ്ങൾക്കിടയിൽ അവർക്ക് ലഭിക്കുന്ന വലിയ സ്വീകാര്യത. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം, അള്ളാഹുവിൻ്റെ ദീനിലെ നിയമങ്ങളിൽ തിരിമറി നടത്തുകയും ഭിന്നത ഉണ്ടാക്കുകയും ചെയ്യുന്നവർക്ക്
പരലോകത്തിൽ കാത്തിരിക്കുന്ന ശിക്ഷയുടെ സ്വഭാവം എങ്ങനെയുള്ളതാണ്? ഓപ്ഷൻ എ, അവർക്ക് ഏറ്റവും കഠിനമായ ശിക്ഷയിലേക്ക് മടക്കപ്പെടും. യുറദ്ദൂന ഇലാ അശദ്ദുൽ അദാബ്. ഓപ്ഷൻ ബി, അവർ പണ്ഡിതന്മാരായതുകൊണ്ട് ശിക്ഷയിൽ ഇളവ് ലഭിക്കും. ഓപ്ഷൻ സി, അവരുടെ നല്ല കാര്യങ്ങൾ കണക്കിലെടുത്ത് ശിക്ഷ ലഘൂകരിക്കും. ഓപ്ഷൻ ഡി, അവർക്ക് നരകത്തിൽ പ്രത്യേക പദവി ലഭിക്കും. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം, ആയത്ത് 85 അവസാന ഭാഗത്ത് നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചൊന്നും അള്ളാഹു അശ്രദ്ധനല്ല, വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ എന്ന് ഓർമ്മിപ്പിക്കുന്നതിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? ഓപ്ഷൻ എ, മനുഷ്യർക്ക് ഭാവി കാര്യങ്ങൾ പ്രവചിക്കാൻ കഴിയില്ലെന്ന് കാണിക്കാൻ. ഓപ്ഷൻ ബി, മതത്തിന്റെ പേരിൽ മനുഷ്യർ കാണിക്കുന്ന സകല കപടതകളും അന്തർനാടകങ്ങളും അള്ളാഹു സൂക്ഷ്മമായി കാണുന്നുണ്ടെന്നും അതിന് കൃത്യമായ വിചാരണ ഉണ്ടാകുമെന്നുമുള്ള കടുത്ത മുന്നറിയിപ്പ്. ഓപ്ഷൻ സി, മലക്കുകളുടെ എഴുത്തുകൾ ശരിയാണെന്ന് സ്ഥാപിക്കാൻ. ഓപ്ഷൻ ഡി, പ്രവാചകന് ശത്രുക്കളുടെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കാൻ. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം, യഹൂദരുടെ ഈ ആത്മീയ തകർച്ചയ്ക്കും ലജ്ജാകരമായ നിലപാടുകൾക്കും കാരണം അവർ എന്തിനാണ് മുൻഗണന നൽകിയത് എന്നതാണ്. ഓപ്ഷൻ എ, അവർക്ക് യുദ്ധതന്ത്രങ്ങൾ അറിയാത്തത് കൊണ്ട്. ഓപ്ഷൻ ബി, പരലോകത്തിന് പകരം ഇഹലോക ജീവിതത്തെ അവർ വിലക്ക് വാങ്ങി. അവർ വേദഗ്രന്ഥം പൂർണ്ണമായി മറന്നുപോയതുകൊണ്ട്. ഓപ്ഷൻ ഡി, അവർക്ക് നല്ല പുരോഹിതന്മാർ ഇല്ലാതിരുന്നത് കൊണ്ട്. ശരി ഉത്തരം നോക്കാം. ഓപ്ഷൻ ബി, പരലോകത്തിന് പകരം ഇഹലോക ജീവിതത്തെ അവർ വിലക്ക് വാങ്ങി എന്നുള്ളതാണ്. ആയത്ത് 85 പ്രകാരം പരലോകത്തെ വിറ്റ് ഭൗതിക ജീവിതം വാങ്ങിയ ആളുകളുടെ നരകശിക്ഷയുടെ കാര്യത്തിൽ അള്ളാഹു നൽകുന്ന അന്തിമമായ പ്രഖ്യാപനം എന്താണ്? ഓപ്ഷൻ എ, അവർക്ക് ശിക്ഷ ഇളവ് ചെയ്യപ്പെടുകയോ അവർക്ക് യാതൊരു സഹായം ലഭിക്കുകയോ ഇല്ല. ഓപ്ഷൻ ബി, അവരുടെ വംശമഹിമ കാരണം കുറച്ചു കാലത്തിന് ശേഷം ശിക്ഷ ഒഴിവാക്കപ്പെടും. ഓപ്ഷൻ സി, അവരുടെ പ്രാർത്ഥനകൾ കാരണം ശിക്ഷയുടെ കാഠിന്യം കുറയും. ഓപ്ഷൻ ഡി, അവർക്ക് പ്രത്യേക ശുപാർശ ലഭിക്കും. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്. അവർക്ക് യാതൊരു ഇളവ് ചെയ്യപ്പെടുകയോ യാതൊരു സഹായം ലഭിക്കുകയോ ഇല്ല. അടുത്ത ചോദ്യം, ആയത്ത് 83 നമസ്കാരം നിലനിർത്തുന്നതിനോടൊപ്പം വഅഖീമുസ്സലാത്ത് അതിനോടൊപ്പം എന്ത് നൽകണമെന്നാണ് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത്? അതോടൊപ്പം പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് എന്താണ്? ഓപ്ഷൻ എ, യുദ്ധമുതലുകൾ വീതിക്കുക. ഓപ്ഷൻ ബി, സക്കാത്ത് നൽകുക. ഓപ്ഷൻ സി, വ്രതം അനുഷ്ഠിക്കുക. ഓപ്ഷൻ ഡി, വലിയ രീതിയിൽ കച്ചവടം ചെയ്യുക. ഓപ്ഷൻ ബി, വഅഖീമുസ്സലാത്ത വആതുസ്സകാത്ത് അഖീമുസ്സലാത്തിനോടൊപ്പം വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് സക്കാത്ത് നൽകുക എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, സൂറത്തുൽ ബഖറ 81-85 ആയത്തുകളിലെ യഹൂദരുടെ ചരിത്ര വിവരണങ്ങളിലൂടെ വിശകലനം ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ വിജയത്തിനുള്ള യഥാർത്ഥ മാനദണ്ഡം എന്താണ്? ഓപ്ഷൻ എ, ഒരു പ്രത്യേക വംശത്തിലോ പരമ്പരയിലോ ജനിക്കുക എന്നത്. ഓപ്ഷൻ ബി, കപടതകളില്ലാത്ത ശുദ്ധമായ വിശ്വാസവും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ടുമുള്ള ജീവിതം. ഓപ്ഷൻ സി, മതപരമായ വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കൽ. ഓപ്ഷൻ ഡി, വേദഗ്രന്ഥത്തിലെ ചില നിയമങ്ങൾ മാത്രം കഠിനമായി പാലിക്കൽ. ഉത്തരം ഓപ്ഷൻ ബി ആണ്. കപടതകളില്ലാത്ത ശുദ്ധമായ വിശ്വാസവും അഥവാ ഈമാനും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതവും അതാണ് നമ്മൾ കെട്ടിപ്പടുക്കേണ്ടത്. ജസാക്കല്ലാഹ് ഖൈർ.